വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രസംഗങ്ങളോ സന്ദേശങ്ങളോ അവിടുന്ന് നൽകുന്ന പ്രബോധനങ്ങളോ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാമിലൂടെ മുഖ്യമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പരിശുദ്ധ പിതാവ് ഉയർപ്പ് ഞായറുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ പ്രസംഗങ്ങളാണ് അവതരിപ്പിച്ചത്. ഇന്ന് ഞാൻ പരിശുദ്ധ പിതാവ് കുമ്പസാരത്തെക്കുറിച്ചും കുമ്പസാരക്കാരെക്കുറിച്ചും പറയുന്ന ഒരു പ്രസംഗമാണ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മാർച്ച് മാസത്തിലാണ് ഈ വത്തിക്കാനിലെ അപ്പസ്തോലിക് പെനിറ്റൻഷ്യറി എന്ന് പറയും, പ്രായശ്ചിത്ത കാര്യങ്ങൾ, കുമ്പസാരത്തിൻ്റെ കാര്യങ്ങൾ, പരിത്യാഗ കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള മാർഗനിർദ്ദേശം നൽകാൻ മാർപ്പാപ്പയെ സഹായിക്കുന്ന ഒരു പൊന്തിപ്പിക്കൽ ഒരു പ്രസ്ഥാനമാണ്, ഒരു സ്ഥാപനമാണ് അപ്പസ്തോലിക് പെനിറ്റൻഷ്യറി. അത് സംഘടിപ്പിച്ച 33ാമത് കോഴ്സിന് കുമ്പസാരക്കാർക്ക് വേണ്ടി നടത്തുന്ന കോഴ്സാണ്, ഒരു പരിശീലനമാണ്. അതിൽ മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാണ്. അത് ആഭ്യന്തര വേദിയെക്കുറിച്ച്, നമ്മൾ കുമ്പസാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആഴത്തിലേക്ക്, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാര്യമാണല്ലോ, ഉള്ളിനെ വെളിപ്പെടുത്തുന്ന കാര്യമാണല്ലോ. ആ കാര്യത്തിൽ എങ്ങനെയാണ് ഈ കുമ്പസാരം നടത്തേണ്ടത്, അതിന് വൈദികർ പ്രാപ്തരാകേണ്ടത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പരിശീലനമാണ്. അതിൽ പങ്കെടുത്ത പരിശീലകരോട് മാർപ്പാപ്പ പറഞ്ഞ ഒരു പ്രസംഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൽ കുമ്പസാരം കേൾക്കുന്ന പുരോഹിതർക്ക് ശരിയായ പരിശീലനം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിചിന്തനം നടത്തിക്കൊണ്ട് മാർപ്പാപ്പ അവിടെ കൂടിയിരുന്ന ആളുകളോട് പറഞ്ഞു. ഒരു പാപിയാണെന്ന് സംസാരിപ്പിക്കുന്ന ആളോടാണ് പറഞ്ഞു, നിങ്ങളിൽ ആർക്കും തോന്നുന്നില്ലെങ്കിൽ ദയവായി നിങ്ങൾ കുമ്പസാരക്കൂട്ടിലേക്ക് പോകരുത്. ഞാൻ വലിയ നീതിമാനാണ് എന്ന മട്ടിലല്ല കുമ്പസാരക്കൂട്ടിൽ ഇരിക്കേണ്ടത്. ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഒരു പ്രീസൻ പറഞ്ഞില്ല, ആ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല എന്നുള്ള മനോഭാവത്തോടെ നിങ്ങൾ കുമ്പസാരിപ്പിക്കാൻ പോകരുത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് പാപിയും കരുണയുടെ ശുശ്രൂഷകനും ഒരുമിച്ചാണ് പോകുന്നത് എന്ന കാര്യം ഓർക്കണം. കരുണയുടെ ശുശ്രൂഷകനാണ് കുമ്പസാരക്കാരൻ എന്ന ആശയം ശക്തമായി മാർപ്പാപ്പ പറയുകയാണ്. ഈ അവബോധം മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. കുമ്പസാരക്കൂട് അനാഥമായി പോകാതിരിക്കാനും എന്ന് പറഞ്ഞാൽ കുമ്പസാരക്കൂട്ട് ഇല്ല, വൈദികരുണ്ടാകണം, പുരോഹിതരുടെ ലഭ്യതക്കുറവുണ്ടാകാതിരിക്കാനും സഹായിക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. വലിയ ഒരു ശുശ്രൂഷയാണ് കുമ്പസാരത്തിലൂടെ പാപികൾക്ക് സഭ നൽകുന്നത്. കർത്താവിൻ്റെ കരുണ അവരെ അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം, തിന്മയെയും വിദ്വേഷത്തെയും പരാജയപ്പെടുത്തുന്നതിന് കരുണയുടെ ഇടങ്ങൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടണമെന്ന ആശയമാണ് പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിൽ പറഞ്ഞത്. ഈ പെനിറ്റൻഷ്യറിയായി ബന്ധപ്പെട്ട നമുക്ക് അവരെ എല്ലാവരെയും പേരുകളൊന്നും അത്ര പ്രസക്തമല്ല, ഈ സന്ദേശമാണ് പ്രധാനം. ആദ്യമായി മാർപ്പാപ്പ സംഘടിപ്പിച്ച ആളുകൾക്കെല്ലാം ഹൃദയപൂർവ്വം നന്ദി പറയുന്ന വാക്കുകളാണ് പറഞ്ഞത്. വത്തിക്കാനിലൊക്കെ കുമ്പസാരിപ്പിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. നമുക്കറിയാമല്ലോ, 5 ബസിലിക്കകളാണ്, വളരെ വലിയ ബ്രഹ്മാണ്ഡങ്ങളായ ബസിലിക്കകളാണ് റോമിൽ തന്നെ ഉള്ളത്. അവിടെയൊക്കെ എപ്പോഴും കുമ്പസാരക്കാരുണ്ട്. അവിടെ വരുന്ന തീർത്ഥാടകർക്ക് എപ്പോൾ വേണമെങ്കിലും കുമ്പസാരിക്കാനുള്ള അവസരങ്ങളുണ്ട്, നടത്തുന്നവരാണ്. അപ്പോൾ അവർക്കെല്ലാം അതിന് റെക്ടർമാർക്ക്, അതിൻ്റെ ഈ പ്രീഫെക്റ്റിന്, ഈ പെനിറ്റൻഷ്യറിയുടെ പ്രീഫെക്റ്റിനൊക്കെ മാർപ്പാപ്പ നന്ദി പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. മാർപ്പാപ്പയുടെ പ്രസംഗത്തിലേക്ക് നമുക്ക് വരാം. കഴിഞ്ഞ 3 ദശകത്തിലേറെയായി അപ്പസ്തോലിക് പെനിറ്റൻഷ്യറി അനുതപിക്കുന്നവർക്ക് വേണ്ടിയുള്ള സേവനത്തിൽ ശുശ്രൂഷയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കി
നല്ല കുമ്പസാരക്കാരുടെ രൂപീകരണത്തിന് പ്രാധാന്യവും അർത്ഥവത്തായതുമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസരമാണല്ലോ ഇവിടെ, അങ്ങനെയുള്ള സെമിനാറിലാണല്ലോ ഞാൻ പങ്കെടുക്കുന്നത്, സംസാരിക്കുന്നത് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. പെനിറ്റൻഷ്യറിക്കുള്ള എൻ്റെ നന്ദി അതുകൊണ്ട് ഞാൻ അറിയിക്കുന്നു. അത് ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുകയാണ്. സഭയുടെ സിരകളിൽ, നമുക്കറിയാം, നമ്മുടെ സിരകളിൽ കാരുണ്യത്തിൻ്റെ ജീവരക്തം ഒഴുക്കാൻ സഹായിക്കുകയാണ് ഈ പെനിറ്റൻഷ്യറി ചെയ്യുന്നത്. അത് സഭയ്ക്ക് വളരെയധികം നന്മ ചെയ്യുന്നു. ആ ഒരു രൂപീകരണ ദൗത്യമാണ് അവർ നിർവഹിക്കുന്നത്. അത് തുടരണം, അത് നന്നായി ചെയ്യണമെന്ന് അവരെ, ഈ സംഘാടകരെ, മാർപ്പാപ്പ പ്രശംസിച്ചും ഉപദേശിച്ചും പറയുകയാണ്. കർദിനാൾ, പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രീഫെക്റ്റ്, പല പ്രാവശ്യം പറഞ്ഞത് ഞാൻ കേട്ടു. കാരുണ്യത്തിൻ്റെ ജീവരക്തം ആണ് അവരത് ചെയ്യുന്നത്. യേശുവിൽ നിന്നും നമുക്ക് ലഭിച്ച കാരുണ്യം ദാനമായി നൽകാൻ ആർക്കെങ്കിലും മനസ്സ് വരുന്നില്ലെങ്കിൽ കുമ്പസാരക്കൂട്ടിലേക്ക് പോകരുത് എന്ന് ഞാൻ പറയും. മാർപ്പാപ്പ പറയുകയാണ്, കാരുണ്യം കൊടുക്കാൻ. പണ്ടൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ചില ആളുകൾ എങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ട്, ആ അച്ഛൻ്റെ കുമ്പസാരം കുറ്റപ്പെടുത്തലും ചോദ്യം ചെയ്യലും കാരണം ഞാൻ കുമ്പസാരം നിർത്തി എന്ന് പറഞ്ഞവരുണ്ട്. മാർപ്പാപ്പ പറയുകയാണ്, കുമ്പസാരക്കൂട്ടിൽ എന്താ സംഭവിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. മാർപ്പാപ്പയുടെ വാക്കുകൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. ഈശോയിൽ നിന്നും ലഭിച്ച കാരുണ്യം ദാനമായി നൽകാൻ ആർക്കെങ്കിലും മനസ്സ് വരുന്നില്ലെങ്കിൽ കുമ്പസാരക്കൂട്ടിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലതായാൾ. ഉദാഹരണത്തിന് മാർപ്പാപ്പ പറയും, ഒരു പേപ്പൽ ബസിലിക്കയിൽ, ഞാൻ പറഞ്ഞല്ലോ 5 ബസിലിക്കകളുണ്ട്, ഞാൻ ഒരു കർദിനാളിനോട് പറഞ്ഞു, കേൾക്കുകയും ശാസിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട്. അയാൾക്ക് ശാസിക്കുകയും പിന്നീട് പാപവിമോചനം നൽകുകയും ചെയ്യാൻ കഴിയുകയില്ല എന്നാണ് മാർപ്പാപ്പയുടെ നിലപാട്. ദയവായി ഇത് നല്ലതല്ല, കോപിക്കരുത്. കുമ്പസാരക്കൂട്ടിൽ വലിയ ക്യൂരിയോസിറ്റിയോടെ, ജിജ്ഞാസയോടെ പ്രവർത്തിക്കരുത്. ദയവായി ഇത് നല്ലതല്ല. മാർപ്പാപ്പ പറയും, കാരുണ്യം അവിടെ ഒട്ടുമില്ല. ക്ഷമിക്കാനും ആശ്വാസവാക്കുകൾ പറയാനുമാണ് നിങ്ങൾ കുമ്പസാരക്കൂട്ടിലായിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അങ്ങനെ ആ കുമ്പസാരിക്കാൻ വരുന്ന ആൾക്ക് ക്ഷമയാൽ പുതുക്കി മുന്നോട്ട് പോകാൻ കഴിയും. അതാണ് സംഭവിക്കേണ്ടത്. നിങ്ങൾ അവിടെ ക്ഷമ നൽകാനാണ് ഇരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്ന് ആ സെമിനാറിൽ പങ്കെടുത്ത ആളുകളോട് പറയുന്നു, കുമ്പസാരക്കാരോട് എല്ലാവരോടും പറയുന്നു, വൈദികരോട് മുഴുവൻ മാർപ്പാപ്പയ്ക്ക് പറയാനുള്ള സന്ദേശവും അതുതന്നെയാണ്. മാർപ്പാപ്പ ഏറ്റവും ആദ്യം എഴുതിയ തൻ്റെ അപ്പസ്തോലിക ലേഖനത്തിൽ സുവിശേഷത്തിൻ്റെ ആനന്ദം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. മാർപ്പാപ്പ അതിൽ മാർപ്പാപ്പ പറയുന്നുണ്ട്, സഭ എപ്പോഴും മുന്നോട്ട് പോകണം, പിറകോട്ടല്ല, മുന്നോട്ട് പോകുന്ന ഒരു സഭയാണ്. അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് മാർപ്പാപ്പ പറയുന്നു. പിതാവിൻ്റെ അനന്ത കാരുണ്യത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞതിൻ്റെ ഫലമായി കരുണ കാണിക്കുവാനുള്ള ഒടുങ്ങാത്തൊരഭിനിവേശം ഉണ്ട് എന്നാണ് മാർപ്പാപ്പ. സഭയ്ക്കുണ്ടാകേണ്ട മനോഭാവം അതാണ്. 24-ാം നമ്പറിലാണ് മാർപ്പാപ്പ അത് പറഞ്ഞിരിക്കുന്നത്. സഭയുടെ സുവിശേഷ പ്രവർത്തനവും, നമ്മൾ ലോകത്തിൽ പോയി സുവിശേഷം പ്രസംഗിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കരുണയാണ്. എല്ലാ മനുഷ്യജീവികൾക്കും വാഗ്ദാനം ചെയ്യുന്ന കരുണയും തമ്മിൽ ഒരു അഭേദ്യമായ, വേർതിരിക്കാനാവാത്ത ബന്ധമുണ്ട്. ആ ബന്ധം നമ്മളെ ഓർക്കണമെന്നും മാർപ്പാപ്പ പറയുകയാണ്. മിഷൻ പ്രവർത്തനം, പ്രേക്ഷിത പ്രവർത്തനം, അത് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ലോകത്തിന് കൊടുക്കുന്നതാണ്. അതും കുമ്പസാരവും തമ്മിൽ, പാപികളോട് കരുണ കാണിക്കുന്നതും തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട് എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. അതാണ് പ്രധാനം, അതാണ് സത്യം. കരുണയിൽ ജീവിക്കുകയും അതെല്ലാവർക്കും നൽകുകയും ചെയ്തുകൊണ്ട് സഭ അത് നിറവേറ്റുന്നു. അങ്ങനെയാണ് അത് നിറവേറ്റുന്നത്. മിഷണറിപരവും അപ്പസ്തോലികവുമായ പ്രവർത്തനങ്ങൾ
അവൾ ചെയ്യുന്നതും അതുവഴിയാണ്. സഭയുടെ എടുത്തു പറയത്തക്ക സവിശേഷത മാർപ്പാപ്പ പറയുകയാണ്. ഏറ്റവും വലിയ സവിശേഷത എന്താണ്? ആ സവിശേഷതയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാർപ്പാപ്പ പറയുന്നത് കരുണയാണ്. കരുണ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുകയാണ്. അത് പ്രത്യേകിച്ച് വിശുദ്ധിയും അപ്പസ്തോലികതയും പ്രകാശിപ്പിക്കുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. കുമ്പസാരത്തിലൂടെ കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുടെ അടയാളമാണ്, അപ്പസ്തോലിക തീഷ്ണതയുടെ അടയാളമാണ്. ശരീരത്തിലേക്കും ആത്മാവിലേക്കും നയിക്കപ്പെട്ട് വ്യക്തിയുടെ പൂർണ്ണമായ രക്ഷ അവളുടെ നാഥനൊപ്പം ആഗ്രഹിച്ച് വിവിധ കാലങ്ങളിൽ വിവിധ രീതികളിൽ സഭ കരുണയുമായുള്ള ഈ സാരൂപ്യം, ആ ബന്ധം പ്രകടമാക്കിയിട്ടുണ്ട് എന്നും മാർപ്പാപ്പ പറയുകയാണ്. ചരിത്രത്തിൽ കുമ്പസാരത്തിലൂടെ അവരോട് ക്ഷമിക്കുന്നത് വഴി ചെയ്തിട്ടുള്ളത് അതാണ്. ഒപ്പം ദൈവിക കരുണയുടെ പ്രവൃത്തി, അടുത്ത കാലത്ത് കരുണയുടെ ആ മാനത്തെക്കുറിച്ച് ശക്തമായി വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയും അദ്ദേഹം 2016 കരുണയുടെ വർഷമായി പ്രഖ്യാപിച്ചു. കരുണയെക്കുറിച്ച് അതിമനോഹരമായ ഒരു പ്രബോധനവും നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പറയുകയാണ്, കരുണയുമായുള്ള സാരൂപ്യം, കരുണയുടെ പ്രവൃത്തി, സഭയുടെ മിഷണറി പ്രവർത്തനം, അത് സുവിശേഷവൽക്കരണത്തോട് കൈകോർത്താണ് പോകുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇതിന് കാരണം അതിൽ ഈശോ നമുക്ക് കാണിച്ചു തന്ന ദൈവത്തിൻ്റെ മുഖം പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ്. ദൈവം കരുണയുള്ളവനാണ് എന്ന സത്യമാണ് ഈശോ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മോട് ആവശ്യപ്പെട്ടല്ലോ, നിങ്ങളുടെ സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഇതാണ് ദൈവത്തിൻ്റെ ചിത്രം. ക്രിസ്ത്യാനിയുടെ വലിയ ചുമതല ഈ ലോകത്ത് നൽകേണ്ടത് മറ്റു മനുഷ്യരോട് കൂടുതൽ കരുണയോടെ പ്രവർത്തിക്കണം. ഈ കാരണത്താൽ മാർപ്പാപ്പ പറയുകയാണ്, പ്രത്യേകിച്ച് നോയമ്പ് കാലത്ത്, നമ്മൾ നോയമ്പ് കാലം കഴിഞ്ഞ് കർത്താവിൻ്റെ ഉയർപ്പിലേക്ക് പ്രവേശിച്ചു, വ്യക്തവും ശ്രേഷ്ഠവുമായി പ്രകടിപ്പിക്കുന്നതും നോയമ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ കുമ്പസാരങ്ങൾ നടക്കുന്നത്. നമുക്കറിയാമല്ലോ, ഈസ്റ്ററിന് തൊട്ട് മുമ്പ് നമ്മുടെ നല്ല ആളുകൾ, ബഹുഭൂരിഭാഗം ആളുകളും കുമ്പസാരിക്കുകയും കർത്താവിനെ കണ്ടുമുട്ടുകയും മാനസാന്തരത്തിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഓർക്കണം. കുമ്പസാരക്കാരനോട് പറയുന്നത് പോലെ തന്നെ കുമ്പസാരിക്കുന്നവരോടും പറയാം, യഥാർത്ഥ പശ്ചാത്താപത്തോടെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ വിലയിരുത്തിക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പോകാൻ നമ്മൾ നടത്തുന്ന നമ്മുടെ ഏറ്റുപറച്ചിലാണ് കുമ്പസാരം എന്ന കാര്യം. അതിന് ചെയ്യുന്ന പരിത്യാഗമാണ് കുമ്പസാരം എന്ന കാര്യം, പ്രായശ്ചിത്തമാണ് കുമ്പസാരം എന്ന കാര്യം നമ്മൾ മറക്കരുത്. അങ്ങനെയാണ് നമ്മൾ പുതിയ മനുഷ്യരായി തീരുന്നത്. അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു സന്ദേഹവുമില്ലാതെ ലഭ്യമാകുന്നതുമായ പാസ്റ്ററൽ ചാരിറ്റി, അപ്പസ്തോലിക സ്നേഹം, അതിൻ്റെ ഉള്ള ശ്രദ്ധ ഒരിക്കലും കുറയാനിടയാകരുത് എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. കുമ്പസാരിപ്പിക്കുന്ന ആളിൻ്റെ ലഭ്യത സുവിശേഷപരമായ ചില നിലപാടുകളിൽ പ്രകടമാകുന്നുണ്ട്. ഒന്നാമത്, മുൻവിധികളില്ലാതെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ പ്രകടമാകണം. മുൻവിധിയില്ലാതെ. കാരണം ഏത് കൃപയാണ്, ഏത് നിമിഷത്തിലാണ് ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുക എന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. നമ്മുടെ കുമ്പസാരക്കാരൻ്റെ കഴിവ് കൊണ്ടല്ല നടക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയാണ്. അതെപ്പോഴാണ് വരുന്നത്. അതുകൊണ്ട് മുൻവിധി ഉണ്ടാകാൻ പാടില്ല ആളുകളെക്കുറിച്ച് എന്ന് ആദ്യമേ പറയുന്നു. പിന്നീട്, മുറിവേറ്റ ക്രിസ്തുവിൻ്റെ ഹൃദയം പോലുള്ള ഹൃദയത്തിൻ്റെ കാതുകളോടെ, നമ്മുടെ കാതുകൾ എങ്ങനെ പോകണമെന്ന് പറയുകയാണ് കുമ്പസാരക്കാരൻ്റേത്. ഒരാൾ സഹോദരീ സഹോദരന്മാരെ ശ്രവിക്കുന്നതാണത്. ക്രിസ്തുവിൻ്റെ ഹൃദയം പോലുള്ള ഒരു ഹൃദയത്തിൻ്റെ കാതിലുകളോടെ മറ്റുള്ളവരെ ശ്രവിക്കണം. ദൈവത്തിൻ്റെ ക്ഷമ ഉദാരമായി നൽകി വേണം അത് ചെയ്യാൻ.
അനുതപിക്കുന്നവരുടെ അപരാധങ്ങൾ ക്ഷമിക്കുന്നതും ക്ഷമയോടും നിരന്തര പ്രാർത്ഥനയോടും കൂടി പ്രേരണ കൂടാതെ വിശ്വാസികളുടെ ചുവടുകളെ അനുഗമിക്കുന്നതും സുവിശേഷത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചിത്രമാണ്. ഈശോ അവരെ അനുഗമിച്ചതുപോലെ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ്: മുൻവിധിയില്ലാതെ അവരെ കാണുക, കരുണയുടെ കാതുകൾ ഹൃദയത്തോടെ അവരെ ശ്രവിക്കുക, പ്രാർത്ഥനാപൂർവം അവരെ അനുഗമിക്കുക. ഇതാണ് 3 കാര്യങ്ങൾ പറയുന്നത് സുവിശേഷത്തിൽ നിന്ന് ഒരു കുമ്പസാരക്കാരൻ ആർജിക്കേണ്ട സവിശേഷതകൾ. വീണ്ടും മാർപ്പാപ്പ പറയാണ്, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ രക്ഷിക്കുന്നതിന് വേണ്ടി നിശബ്ദനായിരുന്ന ഈശോയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കല്ലെറിയാനായിട്ട് കല്ലുകളുമായി യഹൂദന്മാർ വരികയാണ് കർത്താവിൻ്റെ മുമ്പിൽ, പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായി. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കും, 1 മുതലുള്ള വാക്യങ്ങളിൽ. അവിടെ എന്താണ്? ഇതുപോലെ കുമ്പസാരക്കൂട്ടിൽ വൈദികൻ നിശബ്ദതയെ ഇഷ്ടപ്പെടണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. കേൾക്കാൻ നിശബ്ദമായി മഹാമനസ്കതയുള്ള ഹൃദയത്തോടെ ഓരോ അനുതാപിയെയും അവൻ്റെ അതേ വ്യക്തിപരമായ അവസ്ഥയിലേക്ക് തിരികെ വിളിക്കുന്നു എന്ന ബോധ്യത്തോടെ പാപിയും കരുണയുടെ ശുശ്രൂഷകനുമായിരിക്കുക എന്നതാണ് ഈ വൈദികൻ്റെ കുമ്പസാരക്കാരൻ്റെ സ്വഭാവം ആയിരിക്കേണ്ടത്. മാർപ്പാപ്പ ഇത് സത്യമാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും പാപിയാണെന്ന് തോന്നലുണ്ടാകുന്നില്ലെങ്കിൽ, ഞാൻ ആരംഭത്തിൽ അതൊന്ന് പറഞ്ഞായിരുന്നു, ഏറ്റവും കാതലായിട്ട് ഊന്നൽ കൊടുത്ത കാര്യമാണത്. ദയവായി കുമ്പസാരക്കൂട്ടിലേക്ക് പോകരുത്. പാപിയും കരുണയുടെ ശുശ്രൂഷയും ഒരുമിച്ച് പോകുന്നു. ഈ അവബോധം കുമ്പസാരക്കൂട് അനാഥമായി പോകാതിരിക്കാനും പുരോഹിതരുടെ ലഭ്യത കുറവ് പരിഹരിക്കുന്നതിനും സഹായിക്കുമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. 2025 നമുക്കറിയാമല്ലോ, സഭയുടെ മഹാജൂബിലി വരികയാണ്. 2025 ആ ജൂബിലി വർഷമാണ്. അതിൻ്റെ വെളിച്ചത്തിലും സഭയുടെ സുവിശേഷ ദൗത്യം കടന്നു പോകുന്നത് കുമ്പസാരക്കൂടിൻ്റെ ദാനം വീണ്ടും കണ്ടെത്തുന്നതിൽ നിന്നുമാണ് എന്ന് പരിശുദ്ധ പിതാവ് ഈ സെമിനാറിൽ പങ്കെടുത്തവരോട് പറഞ്ഞു. പ്രത്യേകം മാർപ്പാപ്പ പറയുകയാണ്, സഭകളുടെ അജപാലന പദ്ധതികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. സഭകൾ അജപാലന പദ്ധതികൾ ക്രമീകരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് മാർപ്പാപ്പ പറയുന്നു. നമുക്ക് നോക്കാം. മാർപ്പാപ്പ പറയുകയാണ്, ഇതിൽ അനുരഞ്ജനത്തിൻ്റെ കൂദാശാപരമായ ന്യായമായ സേവനത്തിനുള്ള ഇട ഒട്ടും കുറയരുത് എന്ന് പറഞ്ഞാൽ കുമ്പസാരിപ്പിക്കുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുകയാണ്. ജൂബിലി ആഘോഷത്തിൻ്റെ ഒരു വലിയ ഘടകം ജൂബിലി തന്നെ അങ്ങനെയാണല്ലോ. എല്ലാവരും അനുതാപത്തിലൂടെ നവീകരണത്തിലേക്ക് വരുന്ന സമയമാണ്. അതിന് നമ്മുടെ സഭയിൽ ഏറ്റവും സഹായിക്കുന്നത് കുമ്പസാരമാണ്. അതിന് കുറവുണ്ടാകരുത് എന്ന് ശക്തമായി ഉത്ബോധിപ്പിക്കുന്ന ഒരു പ്രസംഗമാണിത്. ഓരോ കത്തീഡ്രലുകളിലും ബസിലിക്കകളിൽ മെത്രാന്മാരുടെ ആസ്ഥാന ദേവാലയമാണല്ലോ, ആരാധനാലയങ്ങളിലുമുള്ള പെനിറ്റൻഷ്യറികളെക്കുറിച്ച് ഞാൻ പ്രത്യേകമായി ചിന്തിക്കുകയാണ്. റോമിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ബസിലിക്കകളിലും ഈ കുമ്പസാരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വത്തിക്കാനിലൊക്കെ ഞാനായിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാ സമയവും ഒരു 10-20 അച്ഛന്മാരെങ്കിലും കുമ്പസാരിപ്പിക്കാൻ അവിടെയുണ്ട്. സന്യാസ വൈദികരാണ് കൂടുതലായും വരുന്നത്. അത് അവരുടെ ഡ്യൂട്ടി ആയിട്ട് മണിക്കൂറുകൾ വെച്ച് അവർക്ക് അത് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യത്തെപ്പറ്റിയാണ് മാർപ്പാപ്പ പറയുന്നത്. അത് ഉണ്ടാകണമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞ. ആരാധനാലയങ്ങളിലുമുള്ള പെനിറ്റൻഷ്യറികളെക്കുറിച്ച് ഞാൻ പ്രത്യേകമായി ചിന്തിക്കുകയാണ്. എല്ലാത്തിനും ഉപരിയായി ഞാൻ ചിന്തിക്കുന്നു, എല്ലാ അജപാലന മേഖലയിലും മതസമൂഹങ്ങൾ പരിപാലിക്കുന്ന ദേവാലയത്തിലേതുപോലെ കുമ്പസാരക്കാരൻ്റെ നിരന്തര സാന്നിധ്യം ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഒരു പെനിറ്റൻഷ്യറി എപ്പോഴും ഡ്യൂട്ടിയിലുണ്ടായിരിക്കട്ടെ എന്ന് പറയുകയാണ്. കുമ്പസാരിപ്പിക്കുന്ന ഒരാൾ എപ്പോഴും അത് ആസൂത്രണം ചെയ്യാൻ, ക്രമീകരിക്കാൻ ഉണ്ടാകട്ടെ എന്നാണ്. എപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്ന കുമ്പസാരക്കൂട് ഒരിക്കലും പാടില്ല. നമ്മുടെ ദേവാലയങ്ങളിൽ കുമ്പസാരത്തിന് വരാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്നത് വഴിയാണ് ഒരു മാനസാന്തരവും നവീകരണവും ഉണ്ടാകുന്നത്. എന്നാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമായിരിക്കും, ആളുകൾ വരുന്നില്ല. കുമ്പസാരക്കൂട്ടിൽ അച്ഛന്മാർ വേണമെന്ന് പറഞ്ഞാൽ ഉടനെ പിതാവ് പറയുകയാണ്, നിങ്ങൾ പറയുമായിരിക്കും ആളുകളില്ലല്ലോ, വരുന്നില്ലല്ലോ.
അപ്പം മാർപ്പാപ്പ പറയുകയാണ്, നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, അവിടെ ഇരുന്ന് വായിക്കുക, കാത്തിരിക്കുക, അങ്ങനെ വന്നാൽ അവർ വരും എന്ന് മാർപ്പാപ്പ പറയുകയാണ്. മാർപ്പാപ്പ കുമ്പസാരത്തിന് ഈ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ ഒരു കാരണം, അദ്ദേഹത്തിന് 18 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടായത് എന്ന് അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയായിരുന്നു. ഒരു ദിവസം ഒരു ദേവാലയത്തിൻ്റെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഉൾവിളി ഉണ്ടായി, ആ ദേവാലയത്തിലൊന്ന് പോകാം, അല്പം പ്രാർത്ഥിക്കാം. ചെറുപ്പക്കാരനല്ലേ, 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അദ്ദേഹം അവിടെ കയറിയപ്പോൾ പ്രായം ചെന്ന ഒരു വൈദികൻ ഒരു കുമ്പസാരക്കൂട്ടിലിരിക്കുന്നു, ആരുമില്ല വേറെ. അതുകൊണ്ട് പിതാവ് തീരുമാനിച്ചു, ഞാൻ അവിടെ പോയി ഒന്ന് കുമ്പസാരിക്കും. അച്ഛൻ്റെ അടുക്കൽ ചെന്നു. പാപങ്ങളെല്ലാം മാർപ്പാപ്പ എടുത്ത് അന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. സമയമെടുത്തുള്ളൊരു കുമ്പസാരമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി വന്നതൊരു പുതിയ മനുഷ്യനായാണ്. അദ്ദേഹത്തിൻ്റെ ദൈവവിളിയുടെയൊക്കെ കാരണമായി എടുത്തു പറയുന്ന സംഭവം നല്ല കുമ്പസാരമായിരുന്നു എന്നാണ്. മാർപ്പാപ്പ ഇത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്വന്തം അനുഭവമാണല്ലോ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് കുമ്പസാരത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കുകയാണ്. മാർപ്പാപ്പ ആയതിന് ശേഷം ചെയ്ത ഒരു കാര്യം ഓർക്കുക, നമ്മുടെ നോയമ്പിൻ്റെ പകുതിക്കാലം എന്ന് നമ്മൾ പറയുന്ന അവസരത്തിൽ മാർപ്പാപ്പ കൊടുത്ത ഒരു നിർദ്ദേശം, പ്രത്യേകിച്ച് ലാറ്റിൻ സഭകളാണത് കൂടുതൽ ചെയ്യുന്നത്, ആ പകുതിക്കാലത്ത് ഒരു ദിവസം രാത്രിയും പകലും, അതുകൂടെ കൂടുന്നതാണല്ലോ, ഒരു ദിവസം 24 മണിക്കൂർ ദേവാലയം തുറന്നു കിടക്കട്ടെ എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അപ്പോൾ എപ്പോഴും ആര് വന്നാലും കുമ്പസാരിക്കാനുള്ളൊരു അവസരമുണ്ട് എന്ന കാര്യം അറിയിക്കണം. വലിയ മാറ്റമുണ്ടായി എന്ന് മാർപ്പാപ്പ പറയുകയാണ്. കരുണയുടെ വർഷത്തോടനുബന്ധിച്ച് മാർപ്പാപ്പ കുമ്പസാരത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ വലിയ ഒരു കൂട്ടത്തെ വാർത്തെടുക്കുകയുണ്ടായി. എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ സഭയുടെ ഈ വലിയ ദൗത്യം നിർവഹിക്കുന്നതിന് തയ്യാറാകണമെന്ന ആഹ്വാനമാണ് മാർപ്പാപ്പ ഇവിടെ ഈ കുമ്പസാരക്കാർക്ക് രൂപീകരണം കൊടുക്കുന്ന സെമിനാറിൽ പറഞ്ഞത്. നമുക്കും അതുണ്ടാകണം. മഹാജൂബിലിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ പോവുകയാണ്. കേരള സഭ 2 കൊല്ലമായി മഹാജൂബിലിക്ക് വേണ്ടി 2025 വേണ്ടി ഒരുങ്ങുകയാണ്. പരിശുദ്ധ പിതാവ് അതിനു വേണ്ടിയുള്ള ഒരുക്കം 2021 മുതൽ തുടങ്ങിയതാണ്. നമുക്ക് അതിലേക്ക് നമ്മൾ നടക്കുന്നു. 2024 അടുത്ത കൊല്ലമാണ് മഹാജൂബിലി. കുമ്പസാരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മഹാജൂബിലി. നമുക്കറിയാമല്ലോ, മഹാജൂബിലിയുടെ ഒക്കെ അടുത്ത സന്ദേശം ഈ മാനസാന്തരമാണ്, റവിയാണ്, അവസരം, പരിവർത്തനത്തിനുള്ള അവസരം ആളുകൾക്ക്, എല്ലാവർക്കും, ആളുകൾ എന്ന് പറയുന്നത് എല്ലാ ദൈവജനത്തിനും നൽകുക എന്നതാണ്. നമുക്ക് മാർപ്പാപ്പയുടെ സന്ദേശം പ്രത്യേകിച്ച് ഓർക്കാം. കരുണയോടെ, സ്നേഹത്തോടെ അനുതാപികളെ സ്വീകരിച്ച കർത്താവിൻ്റെ ആ മനോഭാവത്തിലേക്ക് സഭ മുഴുവനും, പ്രത്യേകിച്ച് കുമ്പസാരിപ്പിക്കുന്നവരും കടന്നു വരാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.